തീർച്ചയായും വെള്ളം ഏതായാലും അതിർത്തി മേഖലകളിൽ കൂടുതൽ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യയുടെ തിരിച്ചടികളുടെ ഒരു ചരിത്രമെടുത്താൽ 2016 സെപ്റ്റംബർ 18 ജമ്മു കാശ്മീരിലെ ഉറിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രിഗേഡ് ആസ്ഥാനം ലക്ഷ്യമിട്ടപ്പോൾ അതിന് 10 ദിവസത്തിനകമാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്. സെപ്റ്റംബർ 28 ഇന്ത്യ നടത്തിയ സ്ട്രൈക്കുകൾ. പിന്നീട് 2019 ഫെബ്രുവരി 26 ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ ബാലാക്കോട്ട് ആക്രമണം നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇതാ 2026 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യക്ക് നേരെയുള്ള ഓരോ ഭീകരരെ നിഴലായി നിർത്തിക്കൊണ്ടുള്ള പാക് ആർമിയുടെ നീക്കങ്ങൾ, പാകിസ്ഥാന്റെ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകിയ ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. ഇപ്പോൾ അങ്ങനെ ഒന്നുകൂടി ആ തിരിച്ചടികളുടെ ചരിത്രത്തിൽ, ശക്തമായ മറുപടികളുടെ ചരിത്രത്തിൽ ഒരു പേര് കൂടി, ഒരു ഓപ്പറേഷൻ കൂടി എഴുതി ചേർക്കപ്പെടുന്നു. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇപ്പോൾ 9 കേന്ദ്രങ്ങൾ, ഭീകരരുടെ 9 കേന്ദ്രങ്ങൾ, പാക് അധിനിവേശ കശ്മീരിലെ 9 കേന്ദ്രങ്ങളിലാണ് തിരിച്ചടിച്ചിരിക്കുന്നത്. അത് ജെയ്ഷെ മുഹമ്മദിന്റെ ആണോ, അതല്ല ഇനി ലഷ്കർ ഇ തയ്യബയുടെ കേന്ദ്രമാണോ, അത് പേരേതായാലും അത് ഭീകര കേന്ദ്രമാണ് എന്നത് ഉറപ്പാണ്. പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകര സംഘടനകളുടെ കേന്ദ്രത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ ആക്രമണം നടന്നത്. അതിനെ നിഷേധിക്കുകയാണ് ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ. ആദ്യ പ്രതികരണത്തിൽ തന്നെ അത് സിവിലിയൻസിന് നേരെയുള്ള ആക്രമണം എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിശദീകരണത്തിനാണ് പാക് ഒഫീഷ്യൽസിന്റെ ഭാഗത്തുനിന്ന്, അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ. ഇന്ത്യ കൃത്യമായി ഈ ആക്രമണം എവിടെയൊക്കെ ആയിരുന്നു, ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു, എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടന്നത് എന്ന വിശദാംശങ്ങൾ ഇന്ത്യൻ സേനയുടെ ഭാഗത്തുനിന്ന് അത് വരും മണിക്കൂറുകളിലായിരിക്കും വരിക. തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ വീണ്ടും പറയുന്നുണ്ട്. ഏതായാലും സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് അതിർത്തി മേഖല പോകുന്നു. ശ്രീനാഥ് ചന്ദ്രൻ തുടരുന്നുണ്ട്. ശ്രീനാഥ്, അതിർത്തി ഗ്രാമങ്ങളിൽ ഈ നേരത്തെ തന്നെ ഈ സംഘർഷം തുടരുന്ന മേഖലകളിൽ, അല്ലെങ്കിൽ ഈ വെടിവെപ്പ് ബോർഡറിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെയും ഇന്ത്യ കനത്ത ജാഗ്രതയിലായിരുന്നു. അതിനപ്പുറത്തേക്ക് അതിർത്തി ഗ്രാമങ്ങളിലൊക്കെയും ഒരു നീണ്ടുപോകുന്ന ഒരു സംഘർഷം ഉണ്ടായാൽ അതിനുള്ള തയ്യാറെടുപ്പ് കൂടി ഇന്ത്യ നടത്തിയ ശേഷമാണ് ഈ ആക്രമണം, ഈ തിരിച്ചടി, പ്രത്യാക്രമണം എന്നത് മനസ്സിലാക്കുന്നു. ഇന്ത്യൻ സേന നടത്തിയതാണ്. അങ്ങനെ പൂർണ്ണ സജ്ജമായി അതിർത്തിയിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരമൊരു ആക്രമണം ഇന്ത്യ നടത്തുന്നത്. അതുകൊണ്ട് ഒരു തിരിച്ചടി ഉണ്ടായാൽ പോലും അതിനെ നേരിടാൻ ഇന്ത്യൻ സൈന്യത്തിന് നിലവിലെ സാഹചര്യത്തിൽ എളുപ്പത്തിൽ കഴിയേണ്ടതാണ്. കാരണം അത്തരത്തിൽ ശക്തമാണ് പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് അത്തരമൊരു തിരിച്ചടി ഇന്ത്യ കാര്യമായി ഭയക്കുന്നില്ല. അതേസമയം പാകിസ്ഥാൻ അവർ പ്രകോപനം ഇപ്പോൾ തുടരുന്നുണ്ട്. കാരണം ഈ 9 ഇടങ്ങളിലെ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്ന അവരുടെ വാദങ്ങൾ അത്രയും തന്നെ അത് ഇന്ത്യ നടത്തിയത് ഭീകര താവളങ്ങളിലേക്കായിരുന്നില്ല, സാധാരണക്കാർക്കിടയിലേക്കായിരുന്നു ആക്രമണം നടത്തിയത് എന്ന രീതിയിലാണ് പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ അവരുടെ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫും ഇപ്പോൾ ഏറ്റുപിടിക്കുന്നുണ്ട്. അദ്ദേഹവും പറയുന്നത് ഇപ്പോൾ കൊല്ലപ്പെട്ടവരൊക്കെ തന്നെ സാധാരണക്കാരാണ് എന്ന വാദവുമാണ്. അതുകൊണ്ട് ആ തരത്തിലൊരു വാദം ഉയർത്തി അതിനെ ഇപ്പോൾ ഉണ്ടായ ആക്രമണത്തെ മറ്റൊരു നെറേറ്റീവ് നൽകാനുള്ള ശ്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അതേസമയം അവരുടെ പ്രതിരോധ മന്ത്രി പറയുന്നത് അവരുടെ പോർ വിമാനങ്ങളൊക്കെ തന്നെ പറന്നുയർന്നു കഴിഞ്ഞു എന്നതാണ്. അതായത് അവർ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ആ വാക്കുകളിൽ ഉള്ളത്. അതിന്റെ ചില അനുഭവങ്ങൾ നമുക്കിപ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. രജൌരി, പൂഞ്ച് അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ വലിയ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. അത് ഈ സ്മോൾ വെപ്പൺസ് അല്ല, ചെറിയ ആയുധങ്ങളല്ല, അതിനപ്പുറത്തേക്ക് വലിയ ആയുധങ്ങൾ ഉപയോഗിച്ച് തന്നെയുള്ള ഒരു ആക്രമണം അവിടെ നടത്തുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ കൃത്യമായി തന്നെ ഒരു മറുപടി, ഒരു തിരിച്ചടി ഇന്ത്യൻ സേനയും അപ്പോൾ തന്നെ ആ മേഖലകളിൽ നൽകുന്നുമുണ്ട്. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്ന പേരുകൾ, അതായത് ഇന്ത്യ ആക്രമണം നടത്തി എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന പലയിടങ്ങളും ഇത്തരത്തിൽ ഭീകര താവളങ്ങൾ അല്ലെങ്കിൽ ലഷ്കർ അടക്കമുള്ള ഭീകരരുടെ ആസ്ഥാന കേന്ദ്രങ്ങളും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ മുറിഡ് എന്ന സ്ഥലം പാകിസ്ഥാൻ പറയുന്നു അവിടെ ഒരു പള്ളിക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് എന്നതാണ് അവരുടെ ഒരു വാദം. എന്നാൽ ആ മേഖല നമുക്കറിയാം, അത് ലഷ്കർ ഇ തൊയ്ബയുടെ അവരുടെ ആസ്ഥാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരിടമാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമായ മറ്റൊരിടത്തും ഈ തരത്തിൽ ഇന്ത്യ ആക്രമണം നടത്തിയിട്ട് അങ്ങനെ ഭീകരരുടെ താവളങ്ങൾ, ഭീകരരുടെ കേന്ദ്രങ്ങളിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ആക്രമണം നടത്തിയത് എന്ന് പാകിസ്ഥാൻ പറയുന്ന സ്ഥലപ്പേരുകളിൽ നിന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഏതായാലും ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വിടുന്നില്ല. ഇന്ത്യ ഒരു മറുപടി നൽകിയിരിക്കുന്നു. പേൽഗാമിൽ കൊല്ലപ്പെട്ട ജീവനുകൾക്ക് നീതി
വാങ്ങിക്കൊടുക്കുന്നു എന്നതാണ് ഇന്ത്യൻ സേന വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഏതായാലും കുറച്ചു കഴിഞ്ഞ് ഒരുപക്ഷെ ഇന്ന് പകൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ തന്നെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ തന്നെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ വെച്ചായിരിക്കും ഒരുപക്ഷെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ പറയാൻ വേണ്ടി കഴിയുക. ഏതായാലും കനത്ത ആക്രമണം, മിസൈലുകൾ ഉപയോഗിച്ചുള്ള കനത്ത ആക്രമണം ഇന്ത്യ അവിടെ നടത്തിയിരിക്കുന്നു. വലിയ പ്രഹരം അവർക്ക് ഏറ്റിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഒരു ക്ഷീണം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെ അവർക്ക് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്ന് പറയേണ്ടി വരുന്നത്. കാരണം അവരുടെ നാട്ടിൽ പാകിസ്ഥാന് ഈ ഒരു ആക്രമണം വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അപ്രതീക്ഷിതമെന്ന് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. ഇരു രാജ്യങ്ങളും സേനയെ വലിയ തോതിൽ അതിർത്തി മേഖലകളിൽ വിന്യസിച്ച് ആയുധങ്ങളൊക്കെ എത്തിച്ച് ഒരു യുദ്ധത്തിന് ഏതാണ്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനിടയിലാണ് ഇന്ത്യൻ സേന അനായാസം പാകിസ്ഥാനിൽ ആക്രമണം നടത്തി വലിയ നാശനഷ്ടം ആ മേഖലയിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അത് പാകിസ്ഥാൻ സേനയെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ചയാണ്. വലിയ റഡാറുകളും മറ്റും ഒക്കെ അതിർത്തി മേഖലയിലേക്ക് എത്തിച്ചു എന്ന് അവർ അവകാശപ്പെടുന്ന സമയത്താണ് അതിനെയൊക്കെ ഭേദിച്ച് ഇന്ത്യൻ മിസൈലുകൾ അവിടെ വലിയ പ്രഹരം അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്.